എന്നെ സംബന്ധിച്ചോളം തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമ എന്നെ സംബന്ധിച്ചോളം ലോകത്തിലെ ഞാൻ കണ്ടേക്കുന്നതിലെ ഏറ്റവും മികച്ച ലവ് സ്റ്റോറിയാണ്. കാരണം ലോകത്ത് എല്ലാവരും ഒരുപാട് ഇന്റർനാഷണൽ ഫിലിംസിനെ കുറിച്ച്, ലവ് സ്റ്റോറീസിനെ കുറിച്ച് പറയുന്നത് ബിഫോർ സൺസെറ്റ് എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ എറ്റേണൽ സൺഷൈൻ ഓഫ് ദ സ്പോട്ട്ലെസ് മൈൻഡ് എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമ, ഇൻ ദ മൂഡ് ഫോർ ലവ് എന്ന് പറയുന്ന സിനിമയൊക്കെ ആഘോഷിക്കുമ്പോഴും എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് പത്മരാജൻ സാറിന്റെ ഒരു സെലിബ്രേഷൻ ഓൺ ആൻ ഇന്റർനാഷണൽ ലെവൽ ലോക തലത്തിൽ ഇനിയും നടക്കാനിരിക്കുന്നേ ഉള്ളൂ. കാരണം തൂവാനത്തുമ്പികൾ പോലൊരു ലവ് സ്റ്റോറി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഞാൻ ഒട്ടും അതിശയോക്തി ഇല്ലാതെ തന്നെ പറയട്ടെ, ഞാനൊരു 200 തവണയെങ്കിലും, ഒട്ടും അതിശയോക്തി ഇല്ലാതെ പറയാണ്, ഒരു 200 തവണയെങ്കിലും ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. എനിക്കതൊരു ബൈബിള് പോലെയാണ്. ഒരു വിശ്വാസിക്ക്, ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ഒരു ക്ലേശം വരുമ്പോൾ എങ്ങനെയാണോ ബൈബിളിലേക്ക് പോയിട്ട് ഒരു വാക്യത്തിലേക്ക് തിരിയുന്നത്, അതുപോലെ എനിക്ക് ക്രിയാത്മകമായ ക്ലേശം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രണയപരമായ ക്ലേശം വരുമ്പോൾ, എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും ഞാനൊരു ബൈബിള് പോലെ നേരെ സിനിമ എടുത്തിട്ട്, തൂവാനത്തുമ്പികൾ എടുത്തിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു രംഗം കാണും. ആ ലോകത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം പറഞ്ഞ വാക്കുകൾക്ക് പറയാൻ പറ്റാത്ത, ശരിക്കും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. ഒരു സിനിമാ വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ആ സിനിമ എല്ലാവരും ആഘോഷിക്കുന്ന പോലെ ഇപ്പോ ഒരു ക്ലാര, മഴ, ആ ഒരു തരത്തിലല്ല ഞാൻ പറയുന്നത്.